നിങ്ങൾ വിചാരിക്കുന്നതിലും കൂടുതൽ അവർ ബുദ്ധിമുട്ടുകയാണ്. നിങ്ങൾ പോയതുകൊണ്ടല്ല, മറിച്ച് അവരിൽ ചിലർ നിങ്ങളെ ഒരിക്കലും പോകാൻ അനുവദിക്കാത്തതുകൊണ്ടാണ്. ഇന്നലെ അവർക്ക് രക്ഷപ്പെടാൻ കഴിയാത്ത വിധത്തിൽ നിങ്ങളെ അനുഭവപ്പെട്ടു. നിങ്ങളിത് കാണുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ജിജ്ഞാസയുള്ളതുകൊണ്ടല്ല, മുന്നറിയിപ്പില്ലാതെ ആരെങ്കിലും നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വന്നതുകൊണ്ടാണ്. നിങ്ങൾ അവർക്ക് സന്ദേശമയച്ചില്ല, നിങ്ങൾ അവരുടെ പ്രൊഫൈൽ പരിശോധിച്ചില്ല, നിങ്ങളൊന്നും ചെയ്തില്ല. എന്നിട്ടും എന്തോ വ്യത്യസ്തമായി തോന്നി. ഈ വീഡിയോ നിങ്ങളെ കുറ്റബോധം തോന്നിപ്പിക്കുന്നതിനെക്കുറിച്ചല്ല, നിങ്ങളോട് തിരികെ പോകാൻ പറയുന്നതിനെക്കുറിച്ചുമല്ല. തീർച്ചയായും ഇത് പ്രണയ ഫാന്റസികളെക്കുറിച്ചല്ല. നിങ്ങളുടെ സാന്നിധ്യത്തേക്കാൾ ആഴത്തിൽ ഒരാൾക്ക് നിങ്ങളുടെ അഭാവം അനുഭവപ്പെടുന്നതെന്തുകൊണ്ടെന്ന് മനസ്സിലാക്കുന്നതിനെക്കുറിച്ചാണ്. ചിലപ്പോൾ ദൂരം അടുപ്പത്തേക്കാൾ കൂടുതൽ വേദനിപ്പിക്കുന്നതെന്തുകൊണ്ട്? ഇന്നലെ അവരുടെ ഉള്ളിൽ അവർ വളരെ കാലമായി കുഴിച്ചുമൂടാൻ ശ്രമിക്കുന്ന എന്തോ ഒന്ന് ഇളക്കിവിട്ടിരിക്കാൻ കാരണമെന്താണ്? ചില ബന്ധങ്ങൾ ഉച്ചത്തിൽ അവസാനിക്കുന്നില്ല, അവ നിശബ്ദമായി മങ്ങുകയും ആ നിശബ്ദത വാക്കുകളേക്കാൾ ഭാരമുള്ളതായി തീരുകയും ചെയ്യുന്നു. രണ്ടാളുകൾ ഒരിക്കലും പൂർണ്ണമായി പരിഹരിക്കപ്പെടാത്തൊരു വൈകാരിക ബന്ധം പങ്കിടുമ്പോൾ ഊർജം അപ്രത്യക്ഷമാകുന്നില്ല, അത് തങ്ങി നിൽക്കുന്നു. ബലഹീനതയുടെ നിമിഷങ്ങളിൽ അത് വീണ്ടും ഉയർന്നുവരുന്നു. ഉറക്കമില്ലാത്ത രാത്രികളിൽ, ലോകം പതിവിലും ഭാരമുള്ളതായി തോന്നുന്ന ദിവസങ്ങളിൽ, ഇന്നലെ നിങ്ങൾക്കൊരിക്കലും അറിയാത്ത കാരണങ്ങളാൽ നിങ്ങൾ അവർക്ക് ആ ഭാരത്തിന്റെ ഭാഗമായി. ഈ വീഡിയോയുടെ അവസാനം വരെ എന്നോടൊപ്പം നിൽക്കൂ. കാരണം അവരിപ്പോൾ എന്തിനാണ് ബുദ്ധിമുട്ടുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ബന്ധം യഥാർത്ഥത്തിൽ എന്താണ് അർത്ഥമാക്കുന്നതെന്നും അതിപ്പോഴും എന്തുകൊണ്ട് പ്രതിധ്വനിക്കുന്നുവെന്നും നിങ്ങൾക്കൊടുവിൽ മനസ്സിലാകും. 1. നിങ്ങൾ അവിടെ ഇല്ലാതെ ആരെങ്കിലും നിങ്ങളെ അനുഭവിക്കുമ്പോൾ അവർക്കിത്രയധികം പ്രാധാന്യമുള്ളതായി നിങ്ങൾ പദ്ധതിയിട്ടിരുന്നില്ല. നിങ്ങളൊരു അടയാളം അവശേഷിപ്പിക്കാൻ ശ്രമിച്ചില്ല. നിങ്ങൾ സ്വയം സന്നിഹിതൻ, തുറന്നത്, വൈകാരികമായി യാഥാർത്ഥ്യൻ. എങ്ങനെയോ അത് മറക്കാനാവാത്തതായി മാറി. ഇപ്പോൾ നിങ്ങളുടെ അഭാവത്തിൽ പോലും അവർ നിങ്ങളെ അനുഭവിക്കുന്നു. നാടകീയമായ രീതിയിലല്ല, അവരൊരിക്കലും ഉച്ചത്തിൽ സമ്മതിക്കാത്ത വിധത്തിൽ. പക്ഷേ ശ്രദ്ധ തിരിക്കുന്ന നിശബ്ദ നിമിഷങ്ങളിൽ, അവരുടെ ഫോൺ നിശബ്ദമാകുമ്പോൾ, ദിവസം അവസാനിക്കുമ്പോൾ, നിങ്ങളോട് സംസാരിക്കുന്ന രീതിയിൽ സംസാരിക്കാൻ ആരുമില്ലാത്തപ്പോൾ, നിങ്ങൾ ശ്രമിക്കാതെ നിറച്ചിരുന്ന ഇടങ്ങളിൽ അവർ നിങ്ങളെ അനുഭവിക്കുന്നു. കാരണം ഒരു കണക്ഷൻ യാഥാർത്ഥ്യമാകുമ്പോൾ, കോൺടാക്റ്റ് നിലയ്ക്കുമ്പോൾ അത് അപ്രത്യക്ഷമാകില്ല. ഒഴിവാക്കൽ തീർന്നുപോകുമ്പോൾ അത് പിന്നീട് ദൃശ്യമാകും. അതുകൊണ്ടാണ് അവർ ഇപ്പോൾ ബുദ്ധിമുട്ടുന്നത്. നീ എന്തോ തെറ്റ് ചെയ്തതുകൊണ്ടല്ല, മറിച്ച് വൈകാരിക സുരക്ഷ എന്താണെന്ന് അവർക്ക് കാണിച്ചു കൊടുത്തതുകൊണ്ടാണ്. പിന്നീട് അതില്ലാതായി. അവർക്ക് കാണാൻ കഴിയാത്തൊരു കണ്ണാടിയായി നീ മാറി. ഒന്നും ആവശ്യപ്പെടാതെ എല്ലാം വാഗ്ദാനം ചെയ്യുന്ന ഒരു സാന്നിധ്യം. അത്തരത്തിലുള്ള ബന്ധം അടച്ചുപൂട്ടാതെ അവസാനിക്കുമ്പോൾ വേദന ഉടനടി വരുന്നില്ല, അത് കാത്തിരിക്കും. അത് നിശബ്ദമായി വളരുന്നു. ഇന്നലെ യാദൃശ്ചികമായി പ്രത്യേകമായിരുന്നില്ല. സത്യം പുറത്തുവരാൻ വേണ്ടത്ര നേരം അവരുടെ ഉള്ളിൽ എന്തോ മന്ദഗതിയിലായി. ആ നിശ്ചലതയിൽ അവർ നിങ്ങളെ അനുഭവിച്ചു. അടുത്ത ഭാഗത്ത് ഈ തിരിച്ചറിവ് അവരെ പിന്നീടെങ്ങനെ ബാധിക്കുന്നുവെന്നും വളരെ വൈകിയാൽ അത് പലപ്പോഴും എന്തുകൊണ്ട് സംഭവിക്കുന്നുവെന്നും നമ്മൾ സംസാരിക്കും. 2. നിങ്ങൾ അവിടെ ഇല്ലാതിരിക്കുമ്പോൾ അതവരെ ബാധിക്കുന്നത് എന്തുകൊണ്ട്? ചില ആളുകൾക്ക് അതിനുള്ളിൽ നിൽക്കുമ്പോൾ ഒരു ബന്ധത്തിന്റെ മൂല്യം മനസ്സിലാകുന്നില്ല. ശബ്ദം നിലയ്ക്കുമ്പോൾ മാത്രമേ അവർക്കത് അനുഭവപ്പെടൂ. ഉറപ്പ് മങ്ങുമ്പോൾ, അവർ നിസ്സാരമായി കരുതിയ ആശ്വാസം ഇനി ലഭ്യമല്ലാതാകുമ്പോൾ, അപ്പോഴാണ് ഭാരം വരുന്നത്. നിങ്ങളുണ്ടായിരുന്നപ്പോൾ അവർ ജീവിതം, ഭയം, സ്വന്തം വൈകാരിക മതിലുകൾ എന്നിവയാൽ ശ്രദ്ധ തിരിക്കപ്പെട്ടു. നിങ്ങൾ തുടരുമെന്ന് അവർ കരുതി. നിങ്ങളുടെ ക്ഷമയ്ക്ക് പരിധിയില്ലെന്ന് അവർ കരുതി. നിങ്ങൾ കാണിച്ച രീതി അവർ തയ്യാറാകുമ്പോഴെല്ലാം അവർക്ക് തിരികെ വരാവുന്ന ഒന്നാണെന്ന് അവർ കരുതി. എന്നാൽ വൈകാരിക സാന്നിധ്യം ശാശ്വതമല്ല, അത് ദുർബലമാണ്. ഇപ്പോൾ നിങ്ങളുടെ അഭാവത്തിൽ നിങ്ങൾ ഒരിക്കൽ മഴപ്പെടുത്തിയ അവരുടെ പതിപ്പുമായി അവർ ഒറ്റയ്ക്കാണ്. പുതിയ എന്തെങ്കിലും കാരണം ഇന്നലെ വേദനിച്ചില്ല. പഴയ എന്തോ ഒന്ന് ഒടുവിൽ അവരെ പിടികൂടിയതിനാൽ അത് വേദനിപ്പിച്ചു. ഒരു ഓർമ്മ, നിങ്ങൾ ഒരിക്കൽ പറഞ്ഞ ഒരു വാചകം, സമയത്തവർ പൂർണ്ണമായി കേട്ടില്ല. നിങ്ങൾ നടന്നുപോകുന്നതിന് പകരം മനസ്സിലാക്കൽ തിരഞ്ഞെടുത്ത നിമിഷം. ആ നിമിഷങ്ങൾ അവരെ ശിക്ഷിക്കാനല്ല, മറിച്ച് അവരെ ഓർമ്മിപ്പിക്കാനാണ് വീണ്ടും ഉയർന്നുവരുന്നത്. ആ ഓർമ്മപ്പെടുത്തൽ വളരെ ഭാരമുള്ളതാണ്. കാരണം അവർ സ്വയം സമ്മതിക്കുന്നതിലും കൂടുതൽ നിങ്ങൾ പ്രധാനമാണെന്ന് മനസ്സിലാക്കുന്നത് ഒരു വേദന സൃഷ്ടിക്കുന്നു. അതിനെങ്ങും എത്താൻ കഴിയില്ല. മുറിവുകൾ വീണ്ടും തുറക്കാതെ അവർക്ക് കൈനീട്ടാൻ കഴിയില്ല. നഷ്ടം അംഗീകരിക്കാതെ അവർക്ക് മുന്നോട്ടു പോകാൻ കഴിയില്ല. അതിനാൽ അവർ അതിനോടൊപ്പം ഇരിക്കുന്നു. ആ നിശബ്ദതയിൽ നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നതിനേക്കാൾ ആഴത്തിൽ നിങ്ങളെ അനുഭവിക്കുന്നു. അടുത്ത ഭാഗത്ത് ഇത് നിങ്ങൾക്ക് എന്താണ് അർത്ഥമാക്കുന്നതെന്നും
അവരുടെ പോരാട്ടം നിങ്ങൾ വഹിക്കേണ്ട ഉത്തരവാദിത്തമല്ലാത്തതെന്തുകൊണ്ടെന്നും നമ്മൾ സംസാരിക്കും. 3. അവരുടെ പോരാട്ടം എന്താണ് അർത്ഥമാക്കുന്നത്? ഇവിടെ ഞാൻ നിങ്ങളോട് വളരെ വ്യക്തമായി പറയട്ടെ. അവരുടെ പോരാട്ടം നിങ്ങൾ തിരിച്ചു വരണമെന്ന് അർത്ഥമാക്കുന്നില്ല. അതിനർത്ഥം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വീണ്ടും പ്രവേശനം അവർക്ക് നൽകണമെന്നല്ല. ദൂരം തിരഞ്ഞെടുത്തുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തു എന്നല്ല. മറ്റൊരാൾക്ക് സുഖം പകരാൻ വേണ്ടി മാത്രം നിങ്ങൾ താമസിക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ല. ഒരിക്കലും തുല്യമായി പങ്കിടാത്ത വൈകാരിക ഭാരം വഹിക്കാൻ നിങ്ങൾ ഉദ്ദേശിച്ചിരുന്നില്ല. നിങ്ങളെ എങ്ങനെ വിലമതിക്കണമെന്ന് ഒരാളെ പഠിപ്പിക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങൾ ഒരിക്കലും വഹിച്ചിരുന്നില്ല. നിങ്ങളുടെ അഭാവം അവർക്കിപ്പോൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നൽകിയത് തിരിച്ചറിയാൻ അവർക്കൊടുവിൽ ഇടം ലഭിച്ചതുകൊണ്ടാണ്. നിങ്ങൾ എന്തെങ്കിലും എടുത്തുകൊണ്ടുപോയതുകൊണ്ടല്ല. നിങ്ങളവരെ തകർത്തില്ല. നിങ്ങളവരെ ഉപേക്ഷിച്ചില്ല. നിങ്ങൾ അമിതമായി കൊടുക്കുന്നത് നിർത്തി. ചിലപ്പോൾ അതുമാത്രം മതി ഒരാളെ ഉണർത്താൻ. എന്നാൽ മിക്ക ആളുകളും സംസാരിക്കാത്ത ശാന്തമായ സത്യമിതാ: നിങ്ങളുടെ മൂല്യം വൈകി മനസ്സിലാക്കുന്ന ഒരാൾ നിങ്ങൾ ആദ്യം പോകേണ്ടി വന്നതിൻ്റെ കാരണം മാറ്റില്ല. വളർച്ച ഖേദത്തിൽ നിന്ന് മാത്രമല്ല വരുന്നത്, അത് ഉത്തരവാദിത്തത്തിൽ നിന്നാണ് വരുന്നത്. ആ ഭാഗം അവരുടേതാണ്, നിങ്ങളുടേതല്ല. അതിനാൽ നിങ്ങളിലൊരു ഭാഗം മുന്നോട്ടു പോകുന്നതിൽ കുറ്റബോധം തോന്നുന്നുവെങ്കിൽ ഇത് സ്വയം ഓർമ്മിപ്പിക്കുക. അവരെ വേദനിപ്പിക്കാൻ നിങ്ങൾ ദൂരം തിരഞ്ഞെടുത്തില്ല, അതിജീവിക്കാൻ നിങ്ങളത് തിരഞ്ഞെടുത്തു. 4. സ്വയം നഷ്ടപ്പെടാതെ കരുണ നിലനിർത്തുക. മടങ്ങി വരാതെ തന്നെ കരുതാൻ കഴിയും. വാതിൽ വീണ്ടും തുറക്കാതെ മനസ്സിലാക്കുക. സ്വയം മരുന്നായി സമർപ്പിക്കാതെ ആരെങ്കിലും സുഖപ്പെടണമെന്ന് ആഗ്രഹിക്കുക. ആ സന്തുലിതാവസ്ഥ നിങ്ങൾ വേദനിപ്പിച്ചതിനു ശേഷം മാത്രം പഠിക്കുന്ന ഒന്നാണ്. അവരിപ്പോൾ ബുദ്ധിമുട്ടുകയാണെന്ന് നിങ്ങൾക്ക് അംഗീകരിക്കാം. നിങ്ങളുടെ അഭാവം നിങ്ങളുടെ സാന്നിധ്യത്തെക്കാൾ ഭാരമേറിയതായി തോന്നുന്നു. ഒരിക്കൽ നിങ്ങളെ വറ്റിച്ച ഒരിടത്തേക്ക് തിരികെ വരാതിരിക്കാൻ തീരുമാനിക്കുക. കാരണം കരുണയ്ക്ക് ആത്മത്യാഗം ആവശ്യമില്ല. അവരിപ്പോൾ നിങ്ങളെ കൂടുതൽ ആഴത്തിൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ബന്ധം പ്രധാനമാണ് എന്നാണ്. എന്നാൽ അതിനർത്ഥം സമയം തെറ്റായിരുന്നു എന്നാണ്. സമയം എത്ര വേദനാജനകമാണെങ്കിലും സ്നേഹത്തിന് ചർച്ച ചെയ്യാൻ കഴിയുന്ന ഒന്നല്ല. ഈ അവബോധം കുറ്റബോധമാക്കി മാറ്റാതെ നിങ്ങളിലൂടെ കടന്നുപോകാൻ നിങ്ങൾക്ക് അനുവാദമുണ്ട്. ഉത്തരവാദിത്വം തോന്നാതെ നിങ്ങൾക്ക് സങ്കടം തോന്നാൻ അനുവാദമുണ്ട്. മറ്റൊരാളുടെ പൂർത്തിയാകാത്ത വികാരങ്ങൾ വഹിക്കാതെ നിങ്ങൾക്ക് മുന്നോട്ടു പോകാൻ അനുവാദമുണ്ട്. ആ തിരഞ്ഞെടുപ്പിലെ നിശബ്ദ ശക്തി ഇതാ. നിങ്ങളെ വേദനിപ്പിക്കുന്ന സ്ഥലങ്ങളിലേക്ക് മടങ്ങുന്നത് നിങ്ങൾ നിർത്തുമ്പോൾ അങ്ങനെയല്ലാത്ത ഒന്നിനായി നിങ്ങൾ ഇടം സൃഷ്ടിക്കുന്നു. 5. ഈ നിമിഷം നിങ്ങളെ പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചതെന്താണ്? ചിലപ്പോൾ ആളുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരുന്നത് അവിടെ തുടരാനല്ല, മറിച്ച് നിങ്ങൾക്ക് എത്രത്തോളം സ്നേഹിക്കാൻ കഴിയുമെന്ന് കാണിച്ചു തരാനാണ്. അവരിപ്പോൾ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ബന്ധം പരാജയപ്പെട്ടു എന്നല്ല. അതിന്റെ അർത്ഥം അതതിന്റെ പരിധിയിലെത്തിയെന്നാണ്. നിങ്ങൾക്ക് കഴിയുന്നത് നിങ്ങൾ നൽകി. നിങ്ങൾ സത്യസന്ധത, ക്ഷമ, കരുതൽ എന്നിവയോടെ പ്രത്യക്ഷപ്പെട്ടു. താമസിക്കുന്നത് നിങ്ങൾക്ക് സമാധാനം നഷ്ടപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ നിങ്ങൾ സ്വയം തിരഞ്ഞെടുത്തു. ആ തിരഞ്ഞെടുപ്പ് സ്വാർത്ഥമായിരുന്നില്ല, അതാവശ്യമായിരുന്നു. ചില പാഠങ്ങൾ ദൂരത്തിനു ശേഷമാണ് വരുന്നത്. നിശബ്ദത ശബ്ദത്തിന് പകരം വരുമ്പോൾ മാത്രമേ ചില തിരിച്ചറിവുകളുണ്ടാകൂ. ചില ആളുകൾക്ക് നിങ്ങളുടെ മൂല്യം അനുഭവപ്പെടുന്നത് അവർ ഒരിക്കൽ ചെയ്തതുപോലെ ഇനി നിങ്ങളിലേക്ക് എത്താൻ കഴിയാത്തപ്പോൾ മാത്രമാണ്. അത് നിങ്ങളെ ക്രൂരനാക്കുന്നില്ല, അത് നിങ്ങളെ ഉണർത്തുന്നു. നിങ്ങൾ പങ്കിട്ടതിനെ ബഹുമാനിക്കാൻ നിങ്ങൾ അവരുടെ വേദന ചുമക്കേണ്ടതില്ല. സ്നേഹം യഥാർത്ഥമാണെന്ന് തെളിയിക്കാൻ നിങ്ങൾ തിരികെ പോകേണ്ടതില്ല. അവർ ഇപ്പോൾ നിങ്ങളെ അനുഭവിക്കുന്നു എന്ന വസ്തുത മതിയായ തെളിവാണ്. ഓർമ്മിക്കപ്പെടാൻ നിങ്ങളിനി നിങ്ങളെ തന്നെ ഉപേക്ഷിക്കുന്നില്ല എന്നതാണ് പ്രധാനം. അവിടെയാണ് യഥാർത്ഥ രോഗശാന്തി ആരംഭിക്കുന്നത്. ഈ വീഡിയോ നിങ്ങളുടെ ഉള്ളിലെന്തെങ്കിലും സ്പർശിച്ചെങ്കിൽ നിങ്ങൾ അതിനൊപ്പം ഇരിക്കട്ടെ. എല്ലാ ബന്ധങ്ങളും അവസാനത്തോടവസാനിക്കുന്നില്ല, ചിലത് മനസ്സിലാക്കലോടെ അവസാനിക്കുന്നു. അത് മതിയാകും. നിങ്ങൾ കരുതൽ നിർത്തിയതുകൊണ്ടല്ല നിങ്ങൾ പോയത്, കരുതൽ വേദനിപ്പിക്കാൻ തുടങ്ങിയതുകൊണ്ടാണ് നിങ്ങൾ പോയത്. അത് പ്രണയത്തിന്റെ പരാജയവുമല്ല, അത് വളർച്ചയുടെ ഒരടയാളമാണ്. കുറ്റബോധമില്ലാതെ സമാധാനം തിരഞ്ഞെടുക്കാൻ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. എഴുതാൻ ബുദ്ധിമുട്ട് തോന്നിയാലും എനിക്ക് അവകാശപ്പെടാത്തത് ഞാൻ പുറത്തുവിടുന്നു. പഴയ മുറിവുകൾ വീണ്ടും തുറക്കാതെ സുഖപ്പെടുത്താൻ സഹായിക്കുന്ന വാക്കുകൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ പോയതിനു ശേഷം മാത്രമേ ചിലർ നിങ്ങളെ ഏറ്റവും ആഴത്തിൽ അനുഭവിക്കൂ. എന്നാൽ നിങ്ങളെ പൂർണ്ണമായി അനുഭവിക്കേണ്ട ഒരേയൊരു വ്യക്തി നിങ്ങളാണ്.